എല്ലാവർക്കും നമസ്കാരം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക കൂടി ഭാഗമായ രേഖാചിത്രം തിയേറ്ററുകളിൽ ഇന്ന് വിജയകരമായിട്ട് 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന വീക്കെൻഡ് കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് ഇപ്പോൾ രേഖാചിത്രം മാറിയിരിക്കുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 4 ദിവസങ്ങൾ കൊണ്ട് വീക്കെൻഡ് കളക്ഷനിലൂടെ 28.3 കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത്. ഇതിനു മുമ്പ് ആസിഫ് അലിയുടെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും ഉയർന്ന വീക്കെൻഡ് കളക്ഷൻ നേടിയത് തലൈവൻ എന്ന സിനിമയായിരുന്നു. കൂടാതെ ചിത്രത്തിന്റെ 4 ദിവസത്തെ വീക്കെൻഡ് കളക്ഷൻ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് വന്നപ്പോൾ 2,20,00,000 രൂപയാണ് ചിത്രം റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. രേഖാ ചിത്രത്തിന്റെ 5ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച വർക്കിംഗ് ഡേയിലും ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ആണ് ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വൈകുന്നേരം ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം 5,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. ഇന്ന് വൈകുന്നേരം 7:15 കൂടി വന്ന ട്രാക്കിംഗ് കേരള അപ്ഡേറ്റുകൾ പ്രകാരം ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 613 ഷോകളാണ്. ഏകദേശം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 45,000-ന് മുകളിലുള്ള ആൾക്കാരും. 26% തിയേറ്റർ ഓക്യുപ്പൻസിയിൽ ചിത്രത്തിന്റെ ട്രാക്കഡ് ഗ്രോസ് ഈ സമയം വരെ കേരള ബോക്സ് ഓഫീസിൽ 72 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. രേഖാ ചിത്രത്തിന്റെ 5ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടിക്ക് മുകളിലൊരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ രേഖാചിത്രം എന്ന സിനിമ ഇതിനോടകം തന്നെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.